ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബ വ്ളോഗ്സ്. സകുടുംബ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് തുടങ്ങി. കേശുകൂടൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷേ കേശു അച്ഛൻ്റെ കൂടെ ഫ്രണ്ടിൽ പോയിരുന്ന് കളിക്കുക. ഇന്ന് രാവിലെ ഒരു പാത്രം എടുത്തപ്പോഴത്തേക്കിന് അത് വീണതിൻ്റെ ഒച്ച കേട്ടിട്ട് അവരെഴുന്നേറ്റതാണ്. പിന്നെ ഉറങ്ങിയില്ല. പിന്നെ അച്ഛൻ ഏട്ടാപ്പൂനെ ഞാൻ വിളിച്ചു പൊക്കി. അങ്ങനെ കുക്കർ താത്ത്. അപ്പം ഇന്ന് എന്നതാ എങ്ങനെയാന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ അമ്മ പറയും. രാവിലെ എഴുന്നേറ്റ് ഇന്നലെ ദേവ് കുറച്ച് പച്ചക്കറി മുറിച്ചിട്ടുണ്ട്. ഞാൻ അന്നേരം തൊട്ട് ദേഷ്യപ്പെട്ടിരിക്കുക. 150 രൂപയുടെ പച്ചക്കറി ഉണ്ടോ മക്കളെ നിങ്ങൾ? അതിനകത്ത് വെക്കാൻ പറ്റതായിട്ട് ഒന്നുമില്ല. അതായത് നമുക്കൊരു അവിയൽ വെക്കണേ, അതിനകത്ത് അവിയലിന് പറ്റിയ സാധനങ്ങളെല്ലാം ഇല്ല. പിന്നെ സാമ്പാറിന് ഇവന്മാർ സവോളയൊന്നും 2 കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, വെണ്ടയ്ക്ക ഇല്ല, ഒന്നുമില്ല. ഇവിടെ പറഞ്ഞ് 150 രൂപയുടെ പച്ചക്കറി താന്നും പറഞ്ഞിട്ട് ഏതോ ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ ഇതിലും പേര് 100 രൂപയുടെ കിറ്റാണ്. കിറ്റിനകത്ത് എല്ലാ സാധനവും വെച്ചിട്ട് കിട്ടിയത്. ഞാൻ വന്ന വഴി കിറ്റ് എങ്ങുമില്ല. ഞാൻ അവരോട് 150 രൂപയ്ക്ക് തരാൻ പറഞ്ഞു. അവർ തന്നു. നമ്മളിതുകൊണ്ട് തല്ലിക്കൂട്ടി ഒപ്പിക്കും. അന്നേരം ഞാൻ ഓർത്ത് എന്നാൽ ഇച്ചിരി ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു തല്ലിക്കൂട്ടി ഒരു സാമ്പാറൊക്കെ ഇന്നലത്തെ മാവ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. രാവിലെ സാമ്പാർ വെക്കുവാണെങ്കിൽ ഉച്ചക്കത്തേനും കൂടെ ആയിക്കോളുമല്ലോ. അന്നേരം ഇന്നലെ കുറേ പേരെ അമ്മയൊക്കെ കറി വെക്കുന്നത് എല്ലാ ദിവസത്തെയും ഞങ്ങൾക്കൊന്ന് ഇട്ട് തരാമോ? ഞങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കറികളാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇന്നലെ തോരൻ വെച്ചപ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. എന്നാൽ ഇപ്പം നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണം അരിഞ്ഞതേ കിഴങ്ങും അരിഞ്ഞു. അവൾ വന്നപ്പോൾ തന്നെ കിഴങ്ങും അരിഞ്ഞു, വെള്ളരിക്കായും കണ്ടിച്ചിട്ട് മുരിങ്ങക്കായും ഇട്ടു. ബാക്കി സാധനങ്ങളും കൂടെ ശകലം കണ്ടിച്ചിട്ട് നമുക്കൊരു കൊച്ചു സാമ്പാർ. അതെ, പരിപ്പാണ്ട് കുക്കറിലിരിക്കുന്നു. മോൻ എന്നെ കളിയാക്കും, അമ്മ എന്നാ കൊണ്ടുവന്നാലും അമ്മ എന്നെ കുറ്റം പറയോ? അത് പറയാൻ ഈ പച്ചക്കറിക്ക് നടന്നു പോകാനായിട്ട് വല്ല കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോ എഴുന്നേറ്റ് നടന്നു പോയായിരുന്നു. വാക്ക് കേട്ടോണ്ട് പച്ചക്കറി എഴുന്നേറ്റ് ഓടിയാനേ നമ്പത്. ഇന്ന് വരെ എഴുന്നേറ്റ് വരെ അതൊക്കെ കേൾക്കുഞ്ഞ് ഇന്ന് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ്. ഞങ്ങൾ എഴുന്നേറ്റപ്പോ 5:45. 5:45 കഴിഞ്ഞപ്പോ കുഞ്ഞിച്ച് പാല് വെക്കാലോ എന്ന് വിചാരിച്ച് നോക്കിയതാ. അന്നേരം ആ ശബ്ദം കേട്ടപ്പോ അവനിങ്ങനെ ചാടി എഴുന്നേറ്റ്. കാരണം ഒരാൾ അവന്റെ അടുത്ത് ഇരിക്കണം. അറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ കളിയും പദമൊക്കെ. ഇപ്പൊ നടക്കാനും കൂടെ തുടങ്ങിയോണ്ട് എല്ലായിടത്തും എറിയും. അതുകൊണ്ട് മോനെ ഏൽപ്പിച്ചു. അവന് കിടക്കണം, അവനോ ദേവന് വന്നിരിക്കാ ഓടി അതെന്ന് ചോദിച്ചോണ്ട് നിൽക്കുക. അതുകൊണ്ട് ഞാൻ ആ സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞു പെറുക്കി ഒന്ന് കറിയെല്ലാം വെക്കട്ടെ കേട്ടോ. ഇഡലിയും സാമ്പാറുമാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒന്ന് വെക്കുക സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് കാണിക്കാം അല്ലേ അമ്മേ? ചതുരം ചതുരമായിട്ടല്ലേ എല്ലാം പട്ടത്തി നമുക്ക് ഇത്ര കഷ്ണം മതി. ഇതിനകത്ത് ഇടാന്ന് കഷ്ണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം കാ വേണമെങ്കിൽ ഇടാം, പിന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ പിന്നെ തക്കാളിക്കായി ഉണ്ട്, ക്യാരറ്റും കൂടി ഇട്ടേക്കാം, വെറുതെ കളയണ്ടല്ലോ. ഇവിടെ കിടന്നാൽ എന്തിനു മുമ്പ് എടുത്ത് ഇതൊക്കെ ഇവിടെ കിടന്നാലും ഇവിടെ കിടന്നു പോകത്തേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരി കറി വെച്ചാൽ തന്നെ ഇന്നിപ്പോ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ പണിത സൈറ്റ് വരെ പോയേക്കും. അവിടെ ഇച്ചിരി എന്തോ പറമ്പ് പുതിയ സൈറ്റ് എടുത്തതിന്റെ എങ്ങനെ അളക്കാനാണ് കണ്ടോ. അതിന് വേണ്ടി അച്ഛനെ വിളിച്ച് നാളെയും വരും, രാവിലെയും വരും, നാളെയും വരും. ഇന്നിപ്പോ ഒരു ദിവസത്തിന് വേണ്ടി പോയേക്കുവാ. നമുക്ക് ഇതൊന്നും പിന്നെ പോയിട്ട് ഞങ്ങൾക്ക് മതിയല്ലോ കറി, കുറച്ച് വെച്ചാൽ മതിയല്ലോ. മീൻകറി ഇരിപ്പുണ്ട്, കുറച്ച് മതിയാകും. ഇത് സാമ്പാർ വെക്കുവാണേ, കാണിക്കാവേ. എങ്ങനെയുണ്ട് ഏട്ടാ ഇപ്പൊ രാവിലെ കുഞ്ഞായിട്ടിരുന്നിട്ട്? കേശുവേ, കേശു മൈൻഡ് പോലും ഇല്ല കണ്ടോ. അപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയെ വേണ്ട. പരിപ്പെല്ലാം നല്ലപോലെ വെന്തു. ഇത് ചുമ്മാ വെള്ളം ഒഴിച്ച് ഇച്ചിരി എണ്ണയും അല്ലേ? ഉപ്പിടുവോ? ഇല്ല, ഉപ്പില്ല. 2-3 വിസിൽ അടിച്ചപ്പോഴേ പരിപ്പ് കലങ്ങി. നമുക്ക് ആ കഷ്ണമല്ല കഴുകി വെച്ചേക്കും. കഷ്ണമല്ല കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമ്മൾ നിക്ഷേപിക്കുകയാണ്. വലിയ കഷ്ണങ്ങളൊന്നുമില്ല, എല്ലാവരുടെയും വീട്ടിൽ കിട്ടാവുന്ന കഷ്ണങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? കഷ്ണങ്ങളെല്ലാം ഇട്ടോണ്ടിരുന്നപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മ മറന്നുപോയത്. പ്രായമൊക്കെ ആയില്ലേ, മറന്നുപോകും. സവോളയുടെ കാര്യം മറന്നുപോയി. കൊച്ചുള്ളി അതായത് കടുക് പൊട്ടിക്കുമ്പോഴേ ഇടുകയുള്ളൂ. അതിലൂടെ വെണ്ടയ്ക്കാട് കൂടെ കൊച്ചുള്ളി ഇടുകയുള്ളൂ. അന്നേരം ഞാൻ ഓർത്ത് സവോള ഇട്ടല്ലോ എന്ന് ഓർത്തു. ഒന്നാമത് എന്നതായി ഓർമ്മശക്തി കുറവ്. ഞാൻ ഓർമ്മശക്തി ഉണ്ടാകാൻ
എല്ലാം മേടിച്ച് കഴിക്കണമെന്ന് തോന്നുന്നു. സവോള അരിയട്ടെ. അതെ, അതുകൊണ്ട് ആ സവോളയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അത് ഞാൻ പെട്ടെന്ന് ഞാൻ ഓർക്കുന്ന സവോള ഇട്ടിട്ടുണ്ട്. 2 സവോള എടുത്തോണ്ട് വന്നത് അതും കൂടെ അങ്ങ് കാണിച്ചിട്ടേ. അതൊക്കെ പിന്നെ എളുപ്പം നിമിഷം നേരം കൊണ്ട് നമ്മളിതൊക്കെ അങ്ങ് ചെയ്യത്തില്ലേ. നമുക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഇതറിയത്തില്ല. നമ്മൾ വെക്കുന്നു, അത് കാണിക്കുന്നു. എന്നോട് ഈയിടെ ഒരു ആരാന്ന് എനിക്ക് ധാരണ എന്നോട് ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചുരിദാറോ അല്ല സാരിയൊക്കെ കൊടുത്ത് ഇടാൻ വഴിയെന്ന്. അടുക്കളയ്ക്ക് അന്വേഷിക്കുമ്പോൾ ചുരിദാർ സാരിയൊക്കെ കിട്ടും. അതല്ല ഇത്ര പ്രായമായി ഞാൻ രാവിലെ അടുക്കളയ്ക്ക് പാചകം ചെയ്യാൻ വേണ്ടി ചുരിദാർ ഇട്ട് സാരി കൊടുത്തൊക്കെ നിൽക്കാൻ പറ്റും. നമ്മളെങ്ങനെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആ രീതിയിൽ നമ്മൾ നിൽക്കുകയുള്ളൂ. ഞാൻ തന്നെ അന്നേരം കേട്ടിട്ട് ചിരിച്ചു പോയി. അവരൊക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കഷ്ണമെല്ലാം ഇട്ടു. ഇനി നമുക്ക് അടിച്ച് പൊടിയിടാം. മഞ്ഞപ്പൊടി ഇട്ടു, ഇച്ചിരി മുളക് പൊടി ഇട്ടത് എരിവിന് വേണ്ടി. ഇനി അത് ഇതിനകത്ത് കിടന്ന് വെന്തിട്ട് വേണം നമുക്ക് ബാക്കിയെല്ലാം ചേർക്കാൻ. നേരത്തെ എന്ന് പറഞ്ഞോണ്ടല്ലോ വെള്ളം നമ്മുടെ കിറ്റിലിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ട് ഞാനത് ഒഴിക്കുമായിരുന്നു. ഇന്നലെ കിറ്റിലിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പം അതിനകത്തൂടെ തീ പാറി പറന്ന് തീ കത്തി വന്നു ആ സ്വിച്ചേല്. എൻ്റെ പൊന്നു മക്കളെ ഞാൻ എന്നെ അടുത്ത് ഞാൻ നിന്ന് വെള്ളം കോരി ഒഴിക്കും. ആരെങ്കിലും ചെയ്യുമോ? അതായത് ഷോർട്ട് സർക്യൂട്ട് എന്തോ സംഭവിച്ചു. 3 പിന്നേലാ അത് കുത്തിയിരുന്നത്. എന്ത് അമ്മ? 3 പിന്നാ പോയതല്ല, അത് പോയില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് 3 പിന്ന് പോയിട്ട് ഇത് കണ്ടോ കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ ഒരെണ്ണം ഇല്ല കേട്ടോ, അത് കത്തി പണ്ടാരടക്കി പോയി. അത് കുത്തിയിരുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്തോ സംഭവിച്ചിട്ട് തീ കത്തി. അമ്മ എന്തെടുത്തു, അയ്യോ തീയെന്ന് തീ കത്തുന്ന കണ്ടപ്പോഴത്തേനും കൈകൊണ്ട് വെള്ളം കോരി സ്വിച്ച് ബോർഡിലോട്ട് ഒഴിച്ചു. അപ്പൊ ഒന്നും കൂടെ അച്ഛൻ അപ്പുറത്തെ മുറി കിടക്കും. അച്ഛൻ ഏതായാലും ഭയത്തിന് പേടിച്ച് ഓടി അച്ഛൻ കായിക്കൊണ്ട് എന്നോട് വെച്ച് വന്നു. അച്ഛൻ പോയി ചെയ്ത് മെയിൻ ഓഫാക്കി. എനിക്ക് സമാധാനമായത്. അതൊക്കെയാണ് നമ്മുടെ കയ്യിലെ കാര്യം. അല്ലെ ഇതൊന്നും അതെന്താ തീ കത്തുമ്പം വെള്ളം ഒഴിക്കണമെന്നുള്ള തിയറി മാത്രമേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. എവിടാ തീ കത്തുന്നുള്ള തിയറി അറിയത്തില്ല. തീ കത്തുമ്പം വെള്ളം ഒഴിക്കുക, തീ കെടും. അതാണ് എനിക്കറിയാവുന്ന കാര്യം. അല്ലാതെ കരണ്ടേ തീ കത്തുമ്പം വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഒന്നുകൂടെ പടപടപടാതെ പൊട്ടുന്നു. അയ്യോ പിന്നെ ഞാൻ ഇന്നലെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈശ്വര, നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വെക്കാവേ. അതിനിടയ്ക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കാര്യം മറക്കാൻ പറ്റുമോ? ഉപ്പും കൂടി ഇട്ട് നമ്മളിത് കഷ്ണം വേകാൻ വെച്ചിട്ട് ഇത് ഇനി വെന്തിട്ട് ആക്കി നമുക്ക് കാണാവേ. 4 ഫിസിൽ അല്ലേ അമ്മേ? 4 5 നിങ്ങളുടെ കുക്കറിനനുസരിച്ച്. അതെ, ഞങ്ങൾ ഇച്ചിരി കുക്കർ ശകലം ഇച്ചിരി പഴയതായതുകൊണ്ട് ചിലപ്പം ഒരു വിസിലും കൂടി കൂടുതൽ അടിക്കേണ്ടത്. ഞങ്ങൾ ഇനി കുക്കറൊക്കെ മേടിക്കും. ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് ഞങ്ങൾ സാധനം കുറച്ചേ ഉള്ളൂ, ബാക്കിയല്ല ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കുക്കർ, ഒരു റൈസ് കുക്കറും ഒക്കെ. അത് റൈസ് കുക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിപ്പം അടുപ്പിൽ തീ കത്തിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ റൈസ് കുക്കർ പോയി അതും കൂടെ മേടിച്ചിട്ട് അതിനകത്ത് റൈസ് കുക്കർ എന്നല്ലേ അതിന് പറയുന്നത്. അതിന് വേറെയുള്ള പേരുണ്ടോ അത് ഈ കുക്കറിൻ്റെ ഉള്ളു. അതിപ്പോൾ മേടിക്കാൻ ഞാൻ മോനെ നമുക്ക് മേടിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ ഇത്ര ആയില്ല, അമ്മ ഒരു 4-5 മാസത്തോടെ അമ്മ ക്ഷമിക്കുക, നമുക്ക് എന്നിട്ട് അങ്ങോട്ട് മാറും മേടിക്കാമെന്ന്. അതിങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ബന്ധം നോക്കാം. എല്ലാം വെന്ത് കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയെല്ലാം കൂടെ ചേർക്കാം. ചീനിച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അമ്മയെ വരുന്നുണ്ട്, അമ്മയെ വിളിച്ച് വരുന്നുണ്ട്. കടുകിടാൻ പോവാണേ. എല്ലാവരും ടാറ്റ കൊടുത്ത് രാവിലെ ടാറ്റ കൊടുക്കാൻ വീണ്ടും അവരൊക്കെ ടാറ്റ കൊടുത്ത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ 5-6 കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കൊച്ചുള്ളി ഞാനിങ്ങനെ വഴറ്റി ചേർക്കുന്നത്. അതങ്ങോട്ട് ഇട്ടു. അതിൻ്റെ കൂടെ 5-6 വെണ്ടയ്ക്ക. നമ്മുടെ വെണ്ടയ്ക്കായിരുന്നു. നമുക്ക് കിട്ടില് വെണ്ടയ്ക്ക കിട്ടിയില്ല. ഒരു കുഞ്ഞൊരു വെണ്ട, ഒരു 3-4 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അതേണ്ട അതങ്ങനെ ഇട്ട് വെണ്ടയ്ക്കായും ഉള്ളിയും വേണ്ടു. നമുക്ക് തക്കാളിക്കായും കൂടെ അതിലോട്ട് ഇടാം. സാധാരണ നമ്മള് തക്കാളി ഇട്ട് വെക്കണം. എന്നെ മറന്നു പോയി തക്കാളി. തക്കാളി വഴറ്റി വെക്കുന്നുണ്ട്, പെട്ടെന്ന് വെക്കുന്നില്ല. അതിങ്ങനെ മതി. ഇത് ഞങ്ങളുടെ മെഴുക്കുവരട്ടി കണ്ടു. എന്താണ് ഒരു വെറൈറ്റി മെഴുക്കുവരട്ടി? ഇന്നെന്നെ അറിയോ,
മിക്സഡ് മെഴുക്കുവരട്ടി എന്ന് പറയാം. പക്ഷെ മിക്സഡ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പാവയ്ക്കായ്ക്ക് ഭയങ്കര കയ്പല്ലേ, ക്യാരറ്റ് കൊണ്ട് ദൈവം ചോറ് കൊണ്ടുപോകണം. അതിന് ആ പാവയ്ക്കായും ക്യാരറ്റും കൊച്ചുള്ളി പച്ചമുളകും കൂടി ഇട്ടൊരു മെഴുക്കുവരട്ടി വെച്ചേക്കാം. ദൈവം ചോറ് സാധാരണ നമ്മള് ക്യാരറ്റും പയറും കൂടി ഇട്ട് വെക്കാറുണ്ട്. ഇതിന്ന് പാവയ്ക്കായിട്ട് വെച്ചേക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ട് അദ്ദേഹം കണ്ടിരിക്കുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കാം. അതെ, വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ആരാ എന്നാ ഞാനാ പറഞ്ഞു, ഞാനാ. അങ്ങനെ നമ്മുടെ തക്കാളി, ഉള്ളി, വെണ്ടയ്ക്ക സാധനം തേച്ചിട്ടുണ്ട്, നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതിനകത്ത് ഞാന് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതാണ്. ഇനി ഇത് തക്കാളി, വെണ്ടയ്ക്ക, ഉള്ളിയും കൂടെ വഴറ്റി അതിലോട്ട് ഒരു ശകലം മല്ലിപ്പൊടി ഇടാം, പേരിന് മാത്രം. എത്ര മല്ലിപ്പൊടി അതും കൂടെ കൂടെ ചൂടായിക്കോട്ടെ. എന്നിട്ട് ആ കൂടെ തന്നെ കരിയാപ്പിലയും കൂടി ചേർക്കാം. കരിയാപ്പില ഇട്ട് ഇനി അതിന്റെ പച്ചമണം മല്ലിപ്പൊടിയുടെ പച്ചമണമാണ്. പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മത് സാമ്പാർ പൊടി കലക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സാമ്പാർ പൊടി ഇട്ട്, ഇന്നാളെ നിങ്ങളെ ഞാൻ കാണിച്ച മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ കായം എല്ലാം കൂടി ഇട്ട് വെക്കുന്നില്ലേ, ഇന്ന് സാമ്പാർ പൊടി ഇട്ടങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടേ അത് ഇതിലോട്ട് ഒഴിക്കുവാണേ. അത് അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് നമുക്ക് അതും കൂടെ സാമ്പാറിനകത്ത് ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിക്കണം. അങ്ങനത്തെ നമ്മുടെ അരപ്പെല്ലാം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് സാമ്പാറിനകത്തോട്ട് ഒഴിക്കാം. കിണുങ്ങുന്ന കണ്ടോ, കിണുങ്ങുന്ന കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവനെ എപ്പോഴും അവനെ കൊച്ചമ്മേ പച്ചമ്മേന്ന് വിളിക്കും, മിനിയമ്മേന്ന് വിളിക്കും എന്നെ കയറി. അതാരാന്നോ? അത് ചുമ്മാ അമ്മയമ്മോ നമ്മുടെ ചേച്ചിമാരും അമ്മമാരും കുഞ്ഞിന്റെ ആൾക്കാരും എല്ലാം ഒന്ന് ടാറ്റ കൊടുത്തേക്കാം. അവർക്ക് അയ്യോ നേരത്തെ എഴുന്നേറ്റതിന്റെ ചതവാ. ഏതെ ഏതെ ഉണ്ടോ? ഓർക്കാൻ വരുവാ. 5:45 എഴുന്നേറ്റ കുഞ്ഞ. ആ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടോ ഈ കേശുവിന്? എന്നെ വേണം? കലി കണ്ടോ? ഞാൻ പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കുവോ കേശുവിന് കലിയാന്ന് പറഞ്ഞാല്? ഏതെ എന്റെ മാലയോ? നീ ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചോ, ഇനിയും പൊട്ടിക്കണോ? ആർക്കെ? നിനക്ക് തരാവോന്നോ? തരാ, പിന്നെ തരാം, ഇപ്പൊ തരത്തില്ല. കൂട്ടാൻ വെക്കട്ടെ, നമുക്ക് കൂട്ടാൻ വെക്കാം. അതെ അയ്യ നമ്മുടെ സാമ്പാർ കണ്ടോ? ഉണ്ടോ? ഇതെല്ലാം ഒഴിച്ചപ്പോ നമ്മുടെ സാമ്പാർ റെഡിയായി. കണ്ടോ നമ്മുടെ സാമ്പാറിന്റെ കളറും സാമ്പാറും ഒക്കെ കണ്ടോ? കണ്ടോ? ഇതാണ് നമ്മുടെ സാമ്പാർ രാവിലത്തെ. ഇനി നമ്മൾ രാവിലെ അതിൻ്റെ കൂടെ കുറച്ച് മാവേ ഉള്ളൂ. അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി തേഞ്ഞില്ലെങ്കിൽ ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ട് ദോശയും കൂടെ ഉണ്ടാക്കും. പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും സാമ്പാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം കാണിച്ചതാണ്. ഇനി മെഴുക്കുവരട്ടി ഞങ്ങൾ രാവിലെ വെച്ചു. അത് ഞങ്ങൾ നിങ്ങൾ പരീക്ഷ നോക്കിയിട്ട് പറയണം.